അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ അയ്യുഹത്തുല്ലാബിൽ അഹിബ മർഹബൻ ബിക്കും ഇലാ സഫിൻ ജദീദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ആരെക്കുറിച്ചായിരുന്നു? നമ്മളൊരു കുട്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മസ്മുഹു, അവൻ്റെ പേരെന്തായിരുന്നു? ഫവാസ് എന്നാണ് അല്ലേ. ഫവാസ് ഇല ഐന ദഹബ ഫവാസ്, എങ്ങോട്ടാണ് ഫവാസ് പോകുന്നത്? ഇലൽ മത്തോർ, എങ്ങോട്ടായിരുന്നു? എയർപോർട്ടിലേക്ക്. ലിമാദ, എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ലിസ്തിഖ്ബാലി വാലിദിഹി അൽ ഖാദിം മിൻ ഖത്തർ, ഖത്തറിൽ നിന്നും വരുന്ന അവൻ്റെ ഉപ്പയെ, അവൻ്റെ പിതാവിനെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് അല്ലേ. അങ്ങനെ മടങ്ങി വരുന്ന സമയത്ത് വഴിയിൽ വെച്ച് അവരാരെ കാണുന്നുണ്ട്? ഇമ്രഅത്തൻ മുസിന്നത്തൻ, ആരെയാണ് കാണുന്നത്? ഒരു പ്രായമായിട്ടുള്ള, ഒരു വൃദ്ധയായിട്ടുള്ള സ്ത്രീയെ കാണുന്നുണ്ടല്ലേ. ഹജറഹ, ആരായിരുന്നു അവളെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത്? ആരായിരുന്നു? ആ ഒരു ഉമ്മയെ അവരുടെ മക്കളാണല്ലേ. അബ്ന ഉഹ, അവരുടെ മക്കളായിരുന്നു അവരെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത്, വഴിയരികിൽ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ അവരൊരു കത്ത് കാണിക്കുന്നുണ്ട്, ഒരു വറക്ക, ഒരു പേപ്പർ കാണിക്കുന്നുണ്ട്. എന്തായിരുന്നു അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്? ആരാണ് ഈ സ്ത്രീയെ കാണുന്നത് എങ്കിൽ അവരെന്ത് ചെയ്യണം? വൃദ്ധസദനത്തിൽ കൊണ്ടാക്കണം എന്നായിരുന്നു അല്ലേ. പക്ഷെ ഇതൊക്കെ കേൾക്കുന്ന സമയത്തും ആ ഉമ്മ എന്താണ് പറയുന്നത്? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതാണ് ഒരു മാതാവിൻ്റെ യഥാർത്ഥ സ്നേഹം, ഒരു ഉമ്മയുടെ യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മളൊരു ആക്ടിവിറ്റിയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കുവാനായിരുന്നു അല്ലേ. അതോടൊപ്പം തന്നെ ടീച്ചർ നിങ്ങൾക്ക് അദവാത്തുൽ ഇസ്തിഫ്ഹാമിയ, നമ്മൾ ചോദ്യം ചോദിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങളെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനി നമുക്കതിൻ്റെ ബാക്കി ഭാഗം നോക്കാം. അടുത്ത ആക്ടിവിറ്റി നോക്കാം. എന്താണ് അടുത്ത ആക്ടിവിറ്റി ആയിട്ട് വരുന്നത്? നോക്കൂ, അടുത്ത പേജ് നോക്കൂ. എന്താണ് അവിടെ കൊടുത്തിട്ടുള്ളത്? നുക്കിമിലുൽ മുക്കാലമ, നുക്കിമിലു, നമുക്ക് പൂർത്തിയാക്കാം, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ്. അൽ മുക്കാലമ, മുക്കാലമ സംസാരമാണ് കേട്ടോ. അപ്പോൾ ആരുടെ സംസാരമാണ്? താഴെ കൊടുത്ത് നോക്കൂ. ഇത്തസല വാലിദ് ഫവാസ്, ഫവാസിൻ്റെ ഉപ്പ ഇത്തസല, ഇത്തസല എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യുക എന്നാണ്. ബിഷുർത്ത, ആരോടെ? പോലീസിനോട് അല്ലേ. അബറ ജവാൽ, ഏതിലൂടെ? മൊബൈൽ മാർഗം. അഥവാ ഈ വൃദ്ധയായ സ്ത്രീയെ ഇങ്ങനെ വഴിയിൽ ഉപേക്ഷിച്ചത് കാണുന്ന സമയത്ത് ഫവാസിൻ്റെ ഉപ്പ എന്ത് ചെയ്യാണ്? പോലീസിനോട് ആ ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്തു എന്നാണ് അല്ലേ, അവർക്ക് വിളിച്ചു എന്നാണ്. അപ്പോൾ അവർ തമ്മിൽ നടക്കുന്ന ആ ഒരു സംഭാഷണം, ആ ഒരു സംസാരമാണ് നമ്മളിവിടെ പൂർത്തിയാക്കേണ്ടത്. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ സാധാരണയായിട്ട് ഫോൺ വിളിക്കാറുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ സംസാരം തുടങ്ങുന്നത്? ഹലോ, അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അല്ലേ. ഇതൊരു പോലീസ് സ്റ്റേഷനിലേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സംസാരം തുടങ്ങേണ്ടത്? ഹലോ സാർ, ഗുഡ് മോർണിംഗ്, ആ രീതിയിലായിരിക്കും നമ്മുടെ സംസാരം പോകുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഗുഡ് മോർണിംഗ് എന്നുള്ളതിന് അറബിയിൽ പറയാ? ഗുഡ് മോർണിംഗ് എന്തായിരിക്കും? നിങ്ങൾ ചെറിയ ക്ലാസ്സിലേക്ക് പഠിച്ചതാണല്ലോ. എന്താണ്? സ്വബാഹൽ ഖൈർ അല്ലേ, സ്വബാഹൽ ഖൈർ. അപ്പോൾ വാലിദ് ഫവാസ്, ഫവാസിൻ്റെ ഒപ്പം എന്തായിരിക്കും പറയുന്നത്? സ്വബാഹൽ ഖൈർ. അഷുർത്ത, അപ്പോൾ എന്തായിരിക്കും പോലീസുകാരൻ തിരിച്ച് പറയുന്നത്? സ്വബാഹൽ ഖൈർ എന്ന് പറഞ്ഞാൽ എന്താണ് തിരിച്ച് പറയേണ്ടത്? സ്വബാഹന്നൂർ. എന്താണ്? സ്വബാഹന്നൂർ. എന്നിട്ട് ചോദിക്കുകയാണ് മമ്മ ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഇതാരാണ് അല്ലേ, ആരാണ് എന്നോട് സംസാരിക്കുന്നത് എന്നാണ്. വാലിദ് ഫവാസ്, ഫവാസിൻ്റെ ഒപ്പം പറയാണ് മഅക ഖാലിദുൻ, ആരാണ്? നിങ്ങളോട് കൂടെയുള്ളതവാ ഞാൻ ആരാണ്? ഖാലിദാണ് എന്നാണ്. അഷുർത്ത, വീണ്ടും പോലീസുകാരൻ ചോദിക്കുകയാണ് മിൻ ഐന തത്തസിലോ, എവിടെ നിന്നാണ് താങ്കൾ വിളിക്കുന്നത്? നമ്മൾ ചോദിക്കല്ലേ എവിടെ നിന്നാണ് നിങ്ങൾ വിളിക്കുന്നത്, അതാണ് മിൻ ഐന തത്തസിലോ, എവിടെ നിന്നാണ് നിങ്ങൾ വിളിക്കുന്നത് എന്നാണ്. അപ്പോൾ എന്തായിരിക്കും വാലിദ് ഫവാസ്, ഫവാസിൻ്റെ ഒപ്പം പറയുന്നത് എന്തായിരിക്കും? എവിടെ വെച്ചിട്ടായിരുന്നു ഫവാസും അവൻ്റെ കുടുംബവും ഈ വൃദ്ധയായിട്ടുള്ള സ്ത്രീയെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നത്? മിൻജാനിബി ത്വരീഖ് ഇല സൂഖ് അല്ലെ, അങ്ങാടിയിലേക്കുള്ള വഴിയുടെ അരികിൽ വെച്ചിട്ടാണ് അവർ കണ്ടുമുട്ടിയത് എന്നാണ്. അപ്പോൾ അതായിരിക്കും ഇവിടെ എന്ത്? ഫവാസിൻ്റെ ഒപ്പ മറുപടിയായിട്ട് പറയുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്, മിൻജാനിബി ത്വരീഖ് ഇല സൂഖ് എന്നാണ് കേട്ടോ. വീണ്ടും എന്തായിരിക്കും? അഷുർത്ത, പോലീസുകാരൻ ചോദിക്കുന്നത് എന്തായിരിക്കും? നിങ്ങൾക്ക് എന്താണ് പറ്റിയത് അല്ലേ, എന്താണ് പറ്റിയത്, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ വിളിക്കുന്നത്? അപ്പോൾ എന്ത് പറയാം? എന്താണ് പറ്റിയത് എന്നെങ്ങനെ ചോദിക്കാം? മാതാ അസ്വാബക് അല്ലെങ്കിൽ മാതാ ഹദസക് അല്ലേ, മാതാ അസ്വാബക്, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? അപ്പോൾ എന്തായിരിക്കും ഫവാസിൻ്റെ ഒപ്പം പറയുന്ന മറുപടി? ഹുന സയ്യിദത്തുൻ അജൂസുൻ ബിജാനിബി ത്വരീഖ്, ഹുന, ഇവിടെ എന്തുണ്ട്? സയ്യിദത്തുൻ അജൂസുൻ, ഒരു വൃദ്ധയായിട്ടുള്ള സ്ത്രീയുണ്ട്. ബിജാനിബി ത്വരീഖ്, വഴിയരികിൽ, വഴിയരികിൽ ഇവിടെ ഒരു വൃദ്ധയായിട്ടുള്ള സ്ത്രീയുണ്ട് എന്നാണ്.
വീണ്ടും പോലീസുകാരൻ ചോദിക്കുകയാണ് അല്ലേ, മമ്മഅഹ, ആരാണ് അവളുടെ കൂടെയുള്ളത്, ആ സ്ത്രീയുടെ കൂടെ ആരാണുള്ളത് എന്നാണ് പോലീസുകാരൻ ചോദിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ഫവാസിൻ്റെ ഉപ്പ പറയുന്നത്? ഇവിടെ ഒരാളുമില്ല എന്നാണ് അല്ലേ, അവരുടെ കൂടെ ഇവിടെ ഒരാളെയും കാണുന്നില്ല. എങ്ങനെ പറയും? ലാ യൂജദു വാഹിദുൻ മഅഹ, ഒരാളെയും അവരുടെ കൂടെ കാണുവാനില്ല എന്നാണ്. വഹിയ മഹ്ജൂറത്തുൻ, അവളാരാണ്? വഹിയ, അവർ മഹ്ജൂറത്തുൻ, ഉപേക്ഷിക്കപ്പെട്ടവനാണ്, മക്കളാൽ അല്ലേ, മറ്റുള്ള കുടുംബക്കാരാൽ ഉപേക്ഷിക്കപ്പെട്ടവനാണ് എന്നാണ് ഫവാസിൻ്റെ ഉപ്പ പറയുന്ന മറുപടി. വീണ്ടും അഷുർത്ത, പോലീസുകാരൻ പറയാണ്, സനസ്വിലിയിലേക്ക് ഫൗറൻ, ഞങ്ങൾ എന്ത് ചെയ്യാം? സനസ്വിലിയിലേക്ക്, ഞങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് വരാം അല്ലേ, ഫൗറൻ, പെട്ടെന്ന് തന്നെ ഞങ്ങൾ അങ്ങോട്ട് വരാം എന്നാണ് അല്ലേ. ഫൗറൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്നാണ് കേട്ടോ. അപ്പോൾ എന്തായിരിക്കും ഫവാസിൻ്റെ ഒപ്പം പറയുന്നത്? താങ്ക് യു എന്നായിരിക്കും അല്ലേ. അപ്പോൾ എന്താണ് ഇങ്ങനെ പറയും? ശുക്രൻ അല്ലേ, ശുക്രൻ, അഷുർത്ത മഅസ്സലാമ. ഈ രീതിയിലാണ് നമ്മൾ ആ ഒരു സംസാരം അവിടെ പൂർത്തിയാക്കേണ്ടത്. ടീച്ചർ പറഞ്ഞിട്ടുള്ള പോലെ നിങ്ങൾ എഴുതാണ് വേണ്ടത്. ഇതാ ടീച്ചർ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ആക്ടിവിറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇത് വന്നിട്ടില്ല, നോക്കൂ. ഹയ്യാനുക്കുമിനൽ ഹിവാർ, നമുക്ക് സംഭാഷണം പൂർത്തിയാക്കാം. ആര് തമ്മിലുള്ള സംഭാഷണമാണ്? അവിടെ കൊടുത്തു നോക്കൂ. കാന നബീൽ, നബീലായിരുന്നു. എർജിയോമിനൽ മദ്രസ, സ്കൂളിൽ നിന്ന് മടങ്ങുകയായിരുന്നു. ഫഷാഹദ, ആ സമയത്ത് അവൻ കണ്ടു. ഹാദിസത്തുൽ മുറൂർ, ഒരു ആക്സിഡൻറ്റ് കണ്ടു എന്നാണ് അല്ലേ. അങ്ങനെ ഇത്തസുല നബീൽ, നബീൽ കോണ്ടാക്ട് ചെയ്തു. ബിഷുർത്തിയിൽ മുറൂർ, ട്രാഫിക് പോലീസുമായിട്ട്. അബറൽ ഹാത്തിഫ്, ഫോണിലൂടെ. ഹയ്യാനു ഹാത്തിഫ്, നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഫോൺ സംഭാഷണം പൂർത്തിയാക്കാം എന്നാണ് അല്ലേ. അപ്പോൾ എന്താണ് അവിടെ കൊടുത്തിട്ടുള്ളത്? നബീൽ, ഹലോ, അൽഹാദ മർക്കസു ഷുർത്ത, ഹലോ, എന്താണ് ചോദിക്കുന്നത്? ഹൽ ആദ മർക്കസു ഷുർത്ത, ഇതെന്താണ്? പോലീസ് സ്റ്റേഷനാണോ? മർക്കസു ഷുർത്ത, പോലീസ് സ്റ്റേഷൻ, ഇത് പോലീസ് സ്റ്റേഷനാണോ? അഷുർത്ത, അപ്പോൾ പോലീസുകാരൻ പറയാണ് നാം, അതെ. എന്താണ്? ഹാദ മർക്കസു ഷുർത്ത, ഇതെന്താണ്? പോലീസ് സ്റ്റേഷൻ തന്നെയാണ്. മമ്മഇ, ആരാണിത്? മമ്മഇ, ആരാണിത് എന്നാണ് അല്ലേ. അപ്പോൾ നബീൽ എന്തായിരിക്കും പറയുന്നത്? മഅക്കും നബീൽ അബ്ദുൽ അസീസ്, ഞാൻ ആരാണ്? നബീൽ അബ്ദുൽ അസീസ് ആണ്. ദാരിസും ഫിസ്സൊഫിൽ ഖാമിസ്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അഷുർത്ത, അപ്പോൾ പോലീസുകാരൻ ചോദിക്കുകയാണ്, മിൻ ഐന തത്തസിലു, എവിടെ നിന്നാണ് നീ വിളിക്കുന്നത്? മിൻ ഐന തത്തസിലു, എവിടെ നിന്നാണ് നീ വിളിക്കുന്നത്? നബീൽ, അപ്പോൾ എന്തായിരിക്കും നബീൽ ഉത്തരം പറയുന്നത്? ബിജാനിബിൽ മദ്രസ ഫി ഹാദിഹിൽ മദീന, ഈ ടൗണിലുള്ള സ്കൂളിനടുത്ത് നിന്നാണ് ഞാൻ വിളിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തായിരിക്കും പോലീസുകാരൻ ചോദിക്കുന്നത്? മാതാ ഹുനാക യാ നബീൽ, എന്താണ് അവിടെ ഉള്ളത്, അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചത് നബീലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും നബീൽ പറഞ്ഞിട്ടുണ്ടാവുക? ഇവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അല്ലേ. അപ്പോൾ എങ്ങനെ പറയും? ഹുന ഹാദിസത്തുൽ മുറൂർ, ഇവിടെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി എന്നാണ്. ജുരിഹ റജുലും വംറഅ, എന്താണ്? ഒരു പുരുഷനും ഒരു സ്ത്രീയും അവർക്കൊക്കെ മുറിവുണ്ടായിട്ടുണ്ട് എന്നാണ്. അഷുർത്ത, അപ്പോൾ പോലീസുകാരൻ ചോദിക്കുകയാണ്, ഹലിൽ ജുറൂഹ് ഖതീറ, ഹലിൽ ജുറൂ, ആ മുറിവാണോ? ഖതീറത്തുൻ, എന്താണ്? നല്ല അപകടകരമായ രീതിയിലുള്ള മുറിവാണോ, അഥവാ നല്ല സീരിയസ് ആയ അവസ്ഥയിലാണോ ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. നബീൽ എന്തായിരിക്കും ഉത്തരം പറയുന്നത്? നാം, അതെ അല്ലേ. അൽ ജുറൂഹു ഖതീറത്തുൻ. അപ്പോൾ എന്താണ് പോലീസുകാരൻ പറയുന്നത്? അഷുർത്ത സനസ്വില ഹുനാക ബിസുറഅ, ശുക്രൻ യാ നബീൽ, ഞങ്ങൾ എന്ത് ചെയ്യാം? എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്താം എന്നാണ് അല്ലേ. സനസ്വില ഹുനാക, ഞങ്ങൾ അങ്ങോട്ടെത്താം. ബിസുറഅത്തിൻ, വേഗത്തിൽ തന്നെ. ശുക്രൻ യാ നബീൽ, താങ്ക് യു നബീൽ എന്നാണ്. അപ്പോൾ നബീൽ എന്താ പറയുന്നത്? അഫ്വൻ എന്നോ അല്ലെങ്കിൽ മഅസ്സലാമോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഫോൺ സംഭാഷണം അവിടെ പൂർത്തിയാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫോൺ സംഭാഷണം പൂർത്തിയാക്കേണ്ടത് എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കൂ. നുലാഹിനു വനു അബ്ബിറു, അവിടെ കൊടുത്തിട്ടുള്ള ഒരു ചിത്രം നോക്കിയിട്ട് അതിലെന്താണുള്ളത് എന്ന് പറയാനാണ് അല്ലേ. നു അബ്ബിറു എന്ന് പറഞ്ഞാൽ ആവിഷ്കരിക്കാം എന്നാണ് ശരിക്കും കേട്ടോ. അപ്പോൾ എന്താണ് ആ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്? ഹുനാക്ക, അവിടെ ആരുണ്ട്? ഫവാസ് ഉണ്ട് അല്ലേ, ഫവാസ്. അപ്പോൾ ഫവാസ് എന്താണ് ചെയ്യുന്നത്? എജ്ലിസു, അവൻ ഇരിക്കുകയാണല്ലേ. അപ്പോൾ എങ്ങനെ പറയാം? ഹുനാക്ക എജ്ലിസു ഫവാസ്, ഫവാസ് അവിടെ ഇരിക്കുന്നുണ്ട്. വഹുവ, അവൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മാതാ യഫ്അൽ ഫവാസ്, എന്താണ് ഫവാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വഹുവ യൻളുറു,
അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ട്? ഹിനിൽ ജവാൽ, എങ്ങോട്ടാണ്? ഫോണിലേക്ക് അല്ലേ. വഹുവ യൻദുറു ഇലൽ ജവാൽ, അല്ലെങ്കിൽ വഹുവ യുഷാഹിദു സൂറ, അവനൊരു ചിത്രം കാണാണ്. അസൂറത്തുൽ ഖദീമ, എങ്ങനെയുള്ള ചിത്രമാണ്? ഒരു പഴയ ചിത്രമാണ്. ലി ഉസ്റത്തിഹി, അവൻ്റെ കുടുംബത്തിൻ്റെ. വഹുന ഫി ഹാദിഹി സൂറ, ഈ ചിത്രത്തിൽ ആരൊക്കെയുണ്ട് അവിടെ? ഹുനാക അബൂഹു വ ഉമ്മുഹു വ ജദ്ദുഹു വ ഇഖ്വതുഹു വ അഖവാതുഹു, അവൻ്റെ സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, അതുപോലെ തന്നെ വല്യമ്മയും വല്യപ്പയും ഒക്കെയുള്ളൊരു പഴയ ചിത്രമാണ് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ആ ചിത്രത്തിൻ്റെ താഴെയായിട്ട് കൊടുത്തു നോക്കൂ. ഷാഹദ് ഫവാസ്, ഫവാസ് കണ്ടു ഫി ജവാലി വാലിദിഹി, അവൻ്റെ ഉപ്പയുടെ ഫോണിൽ. ജവാലി വാലിദിഹി, അവൻ്റെ ഉപ്പയുടെ ഫോണിൽ. സൂറത്ത് ഉസ്റത്തിഹി അൽ ഖദീമ, അവൻ്റെ കുടുംബത്തിൻ്റെ പഴയൊരു ചിത്രം, പഴയൊരു ഫോട്ടോ കണ്ടു എന്നാണ്. ഫസഅല ഫവാസ്, അങ്ങനെ ഫവാസ് ചോദിച്ചു. അൻ അഅ്ലാ ഇൽ ഉസ്റ, കുടുംബാംഗങ്ങളെക്കുറിച്ച്, അവൻ്റെ കുടുംബാംഗങ്ങളെക്കുറിച്ച് അല്ലേ. നമുക്കറിയാം നമ്മളെ കുടുംബത്തിലൊക്കെ ഒരുപാട് അംഗങ്ങളുണ്ടല്ലേ, ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. ചിലരുടെ കുടുംബത്തിൽ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ, ചിലരുടെ കുടുംബത്തിൽ ഒരുപാട് അംഗങ്ങളുണ്ടാവും അല്ലേ. ആരൊക്കെയാണ് നമ്മുടെ കുടുംബത്തിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്? ടീച്ചർ നിങ്ങൾക്കൊരു ഫാമിലി ചാർട്ട് കാണിച്ചു തരാം കേട്ടോ, ഒന്ന് നോക്കൂ. സാധാരണ നമ്മുടെ കുടുംബത്തിൽ ആരൊക്കെയാണ് ഉണ്ടാവാറ്? അബു ഉണ്ടാവും, ഉപ്പയുണ്ടാവും, അതുപോലെ ഉമ്മ ഉണ്ടാവും, അഹുൻ സഹോദരൻ ഉണ്ടാവും, അതുപോലെ ഉഖ്തുൻ സഹോദരി, ഖാല് ഓർ അമ്മ, ആരാണ്? അങ്കിൾ ഉണ്ടാവുക അല്ലേ. അതുപോലെ ഖാലത്ത് ഓർ അമ്മത്ത്, ആരാണ്? ആൻറ്റ്, അമ്മായി അല്ലെങ്കിൽ ഇളയമ്മ അല്ലേ. ജദ് ആരാണ്? വല്യുപ്പ, ഗ്രാൻഡ്പയാണ് അല്ലേ. ജദ്ദത്ത് ഗ്രാൻഡ്മയാണ്, വലിയുമ്മ. അതുപോലെ ചെറിയ കുട്ടികളുണ്ടാവും അല്ലേ. എന്താണ് പാല് കുടിക്കുന്ന ചെറിയ കുട്ടികൾക്ക് പറയാ? റലിയോൻ എന്നാണ് പറയാ. എന്താണ് പറയാ? റലിയോൻ. ബേബി ഉണ്ടാവും. ഇബ്നത്തു അമ്മിൻ ഓർ ഖാൽ, എന്താണ്? ഒന്നുകിൽ ഇബ്നത്തു അമ്മ അല്ലെങ്കിൽ ഇബ്നത്തു ഖാൽ, നമ്മുടെ കസിൻസ് അല്ലേ, നമ്മുടെ എളാപ്പയുടെ അല്ലെങ്കിൽ അമ്മായിയുടെയൊക്കെ മക്കളുണ്ടായിരിക്കും. ഇങ്ങനെയായിരിക്കും നമ്മുടെ കുടുംബത്തിലുള്ള സാധാരണ ആളുകൾ എന്ന് പറയുന്നത്. ഇനി ഇതാ ടീച്ചർ ഇവിടെ ഒരു ഫാമിലി ചാർട്ട് കൊടുക്കുന്നുണ്ട്, നോക്കൂ. മുകളിൽ ആരാണ് വരുന്നത്? അൽ ജദ്ദു അൽ ജദ്ദത്തു അല്ലെ, ഗ്രാൻഡ്മയും ഗ്രാൻഡ്പയുമാണ് വരുന്നത് അല്ലെ, വല്യമ്മയും വല്യപ്പയും. അവരിൽ നിന്നാണ് പിന്നീട് ആരുണ്ടാകുന്നത്? ഫാദർ, മദർ അല്ലെ, നമ്മുടെ ഉപ്പയൊക്കെ ഉണ്ടാവുന്നത്. ഉപ്പ വിവാഹം കഴിച്ച ഉമ്മ, പിന്നീട് ആരുണ്ടാകുന്നു? നമ്മളുണ്ടാകുന്നു അല്ലേ. അന, ഞാൻ, അതുപോലെ തന്നെ അല്ലഹ് സഹോദരൻ, വൽ ഉഖ്ത് എൻ്റെ സഹോദരി. പിന്നീട് ആരാണ്? ഗ്രാൻഡ് ഫാദർ നേരെ കൊടുത്തിട്ടുള്ള നോക്കൂ, അങ്കിൾ ആൻഡ് ആൻറ്റ് ആണ്. അതായത് നമ്മുടെ അമ്മത്ത് ഓർ ഖാലത്ത്, നമ്മുടെ എളാപ്പന്മാർ അല്ലെങ്കിൽ അമ്മായിമാരൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ അവരിൽ നിന്നും ഉണ്ടാകുന്നതാണ് നമ്മുടെ കസിൻസുകൾ അല്ലേ, നമ്മുടെ എളാപ്പയുടെ അല്ലെങ്കിൽ അമ്മായിയുടെ മക്കളൊക്കെ. ഇബ്നത്തുൽ അമ്മ, ആരാണ്? എളാപ്പയുടെ മകൾ. ഓർ ഇബ്നത്തുൽ ഖാൽ, നമ്മുടെ അമ്മാവൻ്റെ മകൾ. ഇബ്നത്തുൽ അമ്മത്ത് ഓർ ഇബ്നത്തുൽ ഖാലത്ത്, എന്താണ്? അമ്മായിയുടെ മകൾ അല്ലെങ്കിൽ എളാമ്മയുടെ മകൾ. പിന്നെ കണ്ടില്ലേ, കസിനാണ് അല്ലേ. ആരാണ്? ഇബ്നുൽ അമ്മ, നമ്മുടെ എളാപ്പയുടെ മകൻ. ഇബ്നുൽ അമ്മത്ത്, അതുപോലെ തന്നെ അമ്മായിയുടെ മകൻ. ഇബ്നുൽ ഖാല്, നമ്മുടെ അമ്മാവൻ്റെ മകൻ. ഇബ്നുൽ ഖാല, നമ്മുടെ എളാമ്മയുടെ മകൻ. ഇതിങ്ങനെയാണ് നമ്മുടെ ഒരു ഫാമിലി ചാർട്ട് തയ്യാറാക്കേണ്ടത്. ഇതൊരു ചെറിയ ഫാമിലിയുടെ ഫാമിലി ചാർട്ടാണ്. ഒരു വലിയ ഫാമിലി ആണെങ്കിലോ ഇനി ഇതിലും എന്താണ് ധാരാളം മെമ്പേഴ്സുകൾ അതിലുണ്ടാവും. ഇൻഷാ അല്ലാ ടീച്ചർ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫാമിലി ചാർട്ട് തയ്യാറാക്കുവാൻ വേണ്ടിയൊരു ചിത്രം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിലെന്ത് ചെയ്യുക? നിങ്ങളുടെ ഫാമിലി ചാർട്ട് ഒന്ന് തയ്യാറാക്കി നോക്കുക. നോക്കൂ, ചിത്രത്തിൽ നോക്കൂ. ഷജറത്തിൽ ഇല്ല അല്ലെ, ഫാമിലി ട്രീ ആണ് അല്ലേ, ഫാമിലി ട്രീ. ഏറ്റവും താഴെ ആരാണുള്ളത്? ഞാൻ എന്നാണ് അല്ലേ. ഇനി ബാക്കിയുള്ള മെമ്പേഴ്സുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെയാണുള്ളത് എന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ എഴുതാണ് വേണ്ടത്. സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഖാലി, എൻ്റെ അമ്മാവൻ, ഖാലത്തി അമ്മായി, ജദ്ദി ഗ്രാൻഡ് ഫാദർ, അബി ഫാദർ അല്ലെ ഉപ്പ, ജദ്ദത്തി ഗ്രാൻഡ്മ, ആരാണ്? വല്യുമ്മ, എൻ്റെ വല്യുമ്മ, ഉമ്മി എൻ്റെ ഉമ്മ, അമ്മി എൻ്റെ ഇളയപ്പ, ഉഖ്തി എൻ്റെ സഹോദരി, ജദ്ദത്തി എൻ്റെ വല്യുമ്മ, അമ്മത്തി എൻ്റെ അമ്മായി, അഹി എൻ്റെ ബ്രദർ എൻ്റെ സഹോദരൻ, ജദ്ദി എൻ്റെ വല്യുപ്പ അല്ല എൻ്റെ ഗ്രാൻഡ് ഫാദർ. ഇതിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെയാണുള്ളത് എന്ന് വെച്ച് തിരഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു ഷജറത്തുൽ ആയില പൂർത്തിയാക്കുകയാണ് വേണ്ടത്.
അടുത്ത ഒരു ആക്ടിവിറ്റിയും കൂടെ ഉണ്ട്. എന്താണ്? നുമാരിസുൽ ഖത്ത. നമുക്ക് ഖത്ത് പരിശീലിക്കാമെന്നാണ് അല്ലേ, എഴുത്ത് പരിശീലിക്കാമെന്നാണ്. അവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത്? റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സ്വഗീറ എന്നാണ് അല്ലേ. ഇതെന്താണ്? ഖത്തുൻ നുസ്ഖയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? ഖത്ത് റുഖയായിരുന്നു അല്ലേ, മുമ്പ് പാഠത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഖത്തുൻ നുസ്ഖയാണ്. സയ്യിദത്തി ഹാദിഹി ഹദിയത്തുൻ ലക്കി എന്നാണ്. ഈ സെൻറ്റൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ നോക്കിയിട്ട് താഴെയുള്ള വരികളിലൊക്കെ എഴുതാണ് വേണ്ടത്. എഴുത്ത് പരിശീലിക്കുവാൻ വേണ്ടിയുള്ളൊരു ആക്ടിവിറ്റിയാണ് ഇത്. മനസ്സിലായല്ലോ? ഇതോടുകൂടി നമ്മുടെ ഈ ഭാഗത്തിലെ ആക്ടിവിറ്റീസുകളെ കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പായി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.